മറ്റൊരു ക്രെയിൻ സംവിധാനം കൂടി എത്തിച്ചിട്ടുണ്ട്. നിലവിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് മാത്രം അത് ഉയർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരു ക്രെയിൻ സംവിധാനം കൂടി എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ കൊണ്ടുവന്നതുപോലുള്ള 2 ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു ഇവിടെ നിന്ന് ഈ ട്രക്ക് പുഴയിൽ നിന്ന് കരയിലേക്ക് കയറ്റാൻ ശ്രമിച്ചത്. പക്ഷേ വടം ഉപയോഗിച്ചായിരുന്നു ഇത് ബന്ധിപ്പിച്ചിരുന്നത്. വടം പൊട്ടിപ്പോയതിനാൽ 2 തവണ ഈ ശ്രമം പരാജയപ്പെട്ടു. അതിനാൽ ഇന്ന് കുറച്ചുകൂടി ഭാരമുള്ള വസ്തുക്കൾ കയറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ട്രക്കാണ് ആദ്യം കൊണ്ടുവന്നത്. ഇരുമ്പ് വടം ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയുന്ന ഇരുമ്പ് വടം ഉപയോഗിച്ച് വലിച്ച് കയറ്റാൻ കഴിയുന്ന ക്രെയിൻ സംവിധാനമാണ് ഉപയോഗിച്ചത്. അതുമാത്രം ഉപയോഗിച്ച് ഇപ്പോൾ വലിച്ചു കയറ്റാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു ക്രെയിൻ കൂടി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് അല്പസമയത്തിനകം ട്രക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. സിജു, ഇപ്പോൾ ഈ ക്യാബിനുള്ളിൽ ശരീരഭാഗങ്ങൾ കൂടുതലായി ഉണ്ട് എന്നൊരു സംശയമുണ്ടല്ലോ. അതിപ്പോൾ പൂർണ്ണമായും ട്രക്ക് ഉയർത്തിയതിനു ശേഷമായിരിക്കുമോ ആ നിലയ്ക്കുള്ളൊരു പരിശോധന നടക്കുക? ഇത് കരയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ കാവ്യ തുടർ പരിശോധനകൾ സാധ്യമാകൂ. ഇപ്പോൾ ഒരു കുത്തനെയുള്ള ഭാഗത്താണ് ട്രക്ക് ഉള്ളത്. നേരത്തെ ഇന്ന് രാവിലെ പകുതി ഭാഗം പുഴയിലും പകുതി ഭാഗം കരയിലുമായിരുന്നു. ഡ്രഡ്ജറിലെ ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തള്ളി നീക്കിയാണ് പുഴയിൽ നിന്ന് ഈ നിലയിലേക്ക് കഴിഞ്ഞ ദിവസം ട്രക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ഉയർത്തി കരയിലെത്തിച്ച് പരിശോധിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അത് കരയിലേക്ക് കഴിഞ്ഞ ദിവസം കരുതിയതുപോലെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്നെന്തായാലും കരയിലേക്ക് എത്തിച്ച ശേഷം മാത്രമേ തുടർ പരിശോധനകൾ സാധ്യമാകൂ. ദേശീയപാതയോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള അതിൻ്റെ വശത്തുള്ള നിരപ്പായ സ്ഥലത്തേക്ക് ഇത് മാറ്റിയ ശേഷം ഈ ക്യാബിൻ തുറന്ന് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാബിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അതിനകത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയത്. ശരീരഭാഗങ്ങൾ അതിനകത്തുണ്ടോ എന്നുൾപ്പെടെ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിന് ഈ ട്രക്ക് ആദ്യം ഈ ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്തേക്ക് എത്തിക്കണം. അതിന് ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രെയിൻ സംവിധാനം ഉപയോഗിച്ച് എത്തിക്കാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ മറ്റൊരു ക്രെയിൻ സംവിധാനം കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് ഉയർത്തിയ ശേഷം അത് വലിച്ചു മുകളിലേക്ക് കയറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാകുമെന്ന് കരുതുന്നു. 2-3 മീറ്റർ മാറിയാണ് നിലവിൽ ഈ ട്രക്കിൻ്റെ സ്ഥാനമുള്ളത്, മുൻഭാഗത്തിൻ്റെ സ്ഥാനമുള്ളത്. ഒരു 3 മീറ്റർ കൂടി മുകളിലേക്ക് ഉയർത്തി വലിച്ചു കയറ്റാൻ സാധിച്ചാൽ അതിൻ്റെ മുൻഭാഗം കരയിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്രെയിൻ ഇതുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം രണ്ടും കൂടി ഒരുമിച്ച് വലിച്ച് കയറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഹാൻഡ് ബ്രേക്ക് അഴിച്ചു മാറ്റാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയകരമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പിൻഭാഗത്തെ ടയറുകളെല്ലാം തന്നെ പൂർണ്ണമായും ഈ അപകടത്തിൽ തകർന്നു പോയിട്ടുണ്ട്. ക്യാബിൻ തകർന്നതുപോലെ തന്നെ മുൻഭാഗത്തെ ടയറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പിൻഭാഗത്തെ ടയറുകളെല്ലാം തന്നെ പൂർണ്ണമായും പൊട്ടി പോകുന്ന നിലയിലേക്കാണ് ഉള്ളത്. ഇനി ഈ രണ്ടാമത്തെ ക്രെയിൻ സംവിധാനത്തിൽ നിന്ന് ഇരുമ്പ് വടം അതിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. നേരത്തെ കൊണ്ടുവന്ന ക്രെയിനിൽ ഇരുമ്പ് വടം ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒരുമിച്ച് മുകളിലേക്ക് വലിച്ച് കയറ്റാൻ സാധിക്കുമെന്നാണ് കാവ്യ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുടുംബം, മനാഫ് അടക്കമുള്ള സുഹൃത്തുക്കളൊക്കെയും അവിടെ തുടരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പൂർണ്ണമായും ഈ ഒരു ദൗത്യത്തിനൊപ്പം നിന്നവർക്ക് അകമഴിഞ്ഞ നന്ദി സംസ്ഥാന സർക്കാരിനടക്കം അർപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെയും പ്രതികരണങ്ങളൊക്കെയും നമ്മൾ വിവിധ മേഖലകളിൽ നിന്ന്, കണ്ണാടിക്കൽ അവരുടെ കുടുംബാംഗങ്ങളും ഒപ്പം ഇവിടെ ഷിരൂരിൽ തുടരുന്നവരും ഒക്കെയും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരടക്കമുള്ള വലിയ ജനാവലിയെ ഇപ്പോഴും അവിടെ അങ്ങനെയുള്ളൊരു ആൾത്തിരക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നവർ. ഒപ്പം അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളത്. അവരുടെ അടക്കം തെരച്ചിലിന് ഒരു വലിയ ഊർജ്ജമായി ഒരുപക്ഷെ ഇന്നലത്തെ ഒരു ദിവസം ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ച ഒരു സന്ദർഭം മാറിയിരിക്കുകയാണ് സിജു. ആ നിലയ്ക്ക് ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന വ്യക്തികൾ ഇപ്പോൾ തുടരുന്ന തെരച്ചിലിനും ഒപ്പം ഈ ട്രക്ക് ഉയർത്താനുള്ള ദൗത്യത്തിനും നേതൃത്വം നൽകി അവിടെ തന്നെയുണ്ടോ? കവ്യ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രണ്ടാമത്തെ ക്രെയിൻ കൂടി കൊണ്ടുവന്ന് ഒരുമിച്ച് ഇത് ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ പതിയെ ലോറിയുടെ മുൻഭാഗം, ട്രക്കിൻ്റെ മുൻഭാഗം മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ
ഒരു ക്രെയിനിൽ ബന്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു ക്രെയിൻ കൊണ്ടുവന്ന് അതിൻ്റെ ഇരുമ്പ് വടം കൂടി ഇതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മുകളിലേക്ക് അല്പം കൂടി നീങ്ങിയാൽ അതിൻ്റെ മുൻഭാഗം ഇതാ മുകളിലേക്ക് എത്തും. ആ വലിയ മൺതിട്ട കടന്നുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ചെറിയൊരു ഭാഗം കൂടി 1-2 മീറ്റർ കൂടി കടന്നു പോകുമ്പോൾ അത് വാഹനം മുകളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ പിൻഭാഗം പിന്നീട് സുഖമായി മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഹാൻഡ് ബ്രേക്ക് സംവിധാനം നേരത്തെ അത് പരാജയപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഹാൻഡ് ബ്രേക്ക് സംവിധാനം അഴിച്ചു മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പിൻചക്രം ചലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അതിൻ്റെ മുൻഭാഗം ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി കുറച്ച് ഭാഗം കൂടി, ഓരോ 4-5 മീറ്റർ ഭാഗം കൂടി പിൻഭാഗം കൂടി മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ദൗത്യം വിജയമാവും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30 മുതൽ ആരംഭിച്ചതാണ് ഈ ട്രക്ക് കരയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം. ഇപ്പോൾ അതിന്റെ മുൻഭാഗം കരയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കാവ്യ. ഇനി കുറച്ചുകൂടി പറയൂ സിജു, പറയൂ. മുൻഭാഗം പൂർണ്ണമായും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മുൻഭാഗം പൂർണ്ണമായും കരയിലേക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ദേശീയപാതയുടെ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 മീറ്റർ കൂടി പിൻഭാഗം കൂടി എത്തിക്കേണ്ടതുണ്ട്. ആ ചേസ് ഭാഗം കൂടി അത് അല്പം ആ ക്രെയിൻ പിന്നിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി സുഗമമായി മുകളിലേക്ക് വലിച്ചു കയറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പം കൂടി ശ്രമിച്ചാൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് അത് സാധ്യമാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു പക്ഷേ ക്രെയിൻ പിൻഭാഗത്തേക്ക് കുറച്ചുകൂടി ക്രെയിൻ സംവിധാനം നീക്കേണ്ടി വരും. 2 ക്രെയിനും കുറച്ചുകൂടി പിന്നിലേക്ക് നീക്കിയ ശേഷം മുകളിലേക്ക് വലിച്ച് കയറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 1/3 ഭാഗം ഇപ്പോൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രധാനമായും ആ ക്യാബ് തകർന്ന ഭാഗം ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം കൂടി ഒരു 5-6 മീറ്റർ കൂടിയാണ് ഭാഗം ചേസ് ഭാഗമുള്ളത്. ആ ഭാഗം കൂടി അല്പസമയത്തിനകം വലിച്ചു കയറ്റാൻ കഴിയും. ഇപ്പോൾ റോപ്പ് മാറ്റിക്കൊണ്ട് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം കൂടുതൽ ഭാഗം കരയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ റോപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ചുകൂടി റോപ്പ് മാറ്റിയതിന് ശേഷം ഇരുമ്പ് വടം മാറ്റിയതിന് ശേഷം വീണ്ടും വലിച്ചാൽ അതിൻ്റെ മറ്റു ഭാഗം കൂടി മുകളിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ചെറിയൊരു സമയം കൂടിയാണ്. ഇന്ന് രാവിലെ 8:30 തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ ഏതാണ്ട് 10 മണി പിന്നിടുമ്പോൾ അത് പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 5-10 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായും ഈ ട്രക്കിനെ മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടിയാണ് ഗംഗാവാലി പുഴയുടെ നിന്ന് മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയ ട്രക്ക് ഡ്രഡ്ജറിലെ ക്രെയിൻ സംവിധാനം ഉപയോഗിച്ച് ഉയർത്തിയതിന് പിന്നാലെ പ്രാഥമികമായ ഒരു കാര്യം ഇതിനകത്ത് അർജുനുണ്ടോ എന്നൊരു ചോദ്യം ആണ് ഉയർന്നത്. അപ്പോൾ തന്നെ അതിൽ പരിശോധന നടത്തി അതിനകത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് പിന്നീട് സ്വീകരിച്ചത്. SDRF സംഘമാണ് ഡിങ്കി ബോട്ടിൽ എത്തിക്കൊണ്ട് അവിടെ മൃതദേഹം മാറ്റിയത്. സിജു, മുൻഭാഗം പൂർണ്ണമായും കരയിലേക്ക് ട്രക്കിന്റെ മുൻഭാഗം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂർണ്ണമായും ട്രക്ക് കരയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ദൗത്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കഠിനമായ ശ്രമം അത് പൂർത്തിയാക്കി കഴിഞ്ഞു അല്ലേ? മുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും ശ്രമകരം. അതിപ്പോൾ സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ 2 ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ പിൻഭാഗം കൂടി ഏതാണ്ട് 5-6 മീറ്റർ ഭാഗം കൂടി മുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 വശത്തുമായി 2 ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് വലിച്ച് കരയിലേക്ക് പൂർണ്ണമായും കയറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൻ്റെ ക്യാബിൻ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ പിൻഭാഗം കൂടി ചേസ് ഭാഗം കൂടി എത്തേണ്ടതുണ്ട്. അതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ ശ്രമം വിജയകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാവ്യ, ഇന്നലെ വൈകുന്നേരം 3 മണി മുകളിൽ ഉയർത്തിയത്. അതിനുശേഷം ഇപ്പോൾ അതിനുശേഷം കരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ 2-3 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ആ ട്രക്കിനെ പൂർണ്ണമായും കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 3 മീറ്റർ കൂടിയാണ് മൺതിട്ടയിൽ നിന്ന് മാറി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടി ഗംഗാവാലി പുഴയിൽ നിന്ന് ഉയർത്തുകയും പിന്നീട് അത് കരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അതിൽ നിന്ന് മൃതദേഹം മാറ്റിയ ശേഷമായിരുന്നു കരയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം. ഒരു 4:30 തുടങ്ങിയ പ്രവർത്തനം വൈകുന്നേരം 7:30 വരെ നീണ്ടെങ്കിലും അത് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. 2 തവണ ഇത്
ബന്ധിപ്പിച്ച റോപ്പ് വടം പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇന്നലെ രാത്രി അത് ഉയർത്താൻ കഴിയാതെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ 8:30 കൂടിയാണ് വീണ്ടും ഈ ശ്രമം തുടങ്ങിയത്. നിലവിൽ ഏതാണ്ട് ഒരു പകുതിയിലധികം ഭാഗം ട്രക്കിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു വശത്തുകൂടി റോപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് അത് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ പിൻഭാഗം കൂടി കയറാനുള്ളത് കൊണ്ട് പിൻഭാഗത്ത് ആ റോപ്പ് ബന്ധിപ്പിച്ച ശേഷം രണ്ടാമത് കൊണ്ടുവന്ന ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ വശത്തേക്ക് അത് വലിച്ചു മാറ്റിയിടുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അതേസമയം തന്നെ കുറച്ചുകൂടി ആദ്യം കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച് മുന്നോട്ട് നീക്കുകയും രണ്ടാമത് കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച് അതിന്റെ പിൻഭാഗം വശത്തേക്ക് വലിച്ചു നീക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അല്പസമയത്തിനകം തന്നെ, അധികം വൈകാതെ തന്നെ ആ പ്രവർത്തനം പൂർത്തിയാകും. ഇപ്പോൾ രണ്ടാമത്തെ ക്രെയിൻ അതിനായി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഇരുമ്പ് വടം അതിൻ്റെ പിൻഭാഗത്ത് ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പിൻഭാഗം കൂടി അങ്ങോട്ട് വലിച്ചു നീക്കുമ്പോൾ അതേസമയം തന്നെ ഇപ്പുറത്ത് നിർത്തിയിരിക്കുന്ന ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുൻഭാഗം കൂടി വലിച്ചു മുന്നോട്ട് നീക്കുക. പൂർണ്ണമായും ദേശീയപാതയോട് ചേർന്ന് സ്ഥലത്തേക്ക് ഇത് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം 5 മിനിറ്റ് ഇനി വേണമെന്ന് തോന്നുന്നില്ല. കാരണം 2-3 മീറ്റർ മാത്രമാണ് പിൻഭാഗം താഴെയുള്ളത്. ആ ഭാഗം കൂടി ഉയർത്തിക്കഴിഞ്ഞാൽ അത് വളരെ വേഗം തന്നെ കരയിലേക്ക് എത്തിക്കാൻ കഴിയും. ഈ ട്രക്കിന്റെ ഒരു പൂർണ്ണമായ ദൃശ്യം, ഇത് തകർന്നതിന് ശേഷമുള്ള പൂർണ്ണമായ ദൃശ്യം ഒരുപക്ഷെ ആദ്യമായാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായും മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഇതിനുള്ളിലായിരുന്നു കഴിഞ്ഞ 70 ദിവസമായി നമ്മൾ തിരഞ്ഞിരുന്ന അർജുൻ. അതീവ ദുഃഖകരമായൊരു സാഹചര്യമാണ്. കണ്ണാടിക്കലിലെ വീട്ടിലുള്ളതുപോലെ തന്നെ ഷിരൂരിലും ഇപ്പോൾ നമുക്കറിയാം. സിജു, ഈ ഒരു ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഭാഗമായിട്ടുള്ള മാധ്യമങ്ങളടക്കമുള്ള ഒരു വലിയ സമൂഹമുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങൾ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും ട്രക്ക് കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, ദൗത്യം നിലവിൽ വിജയകരമായിരിക്കുന്നു. ഇത് കുറച്ചുകൂടി വലിച്ച് മുന്നോട്ട് നീക്കുക മാത്രമാണ് വേണ്ടത്. വലിയ മൺതിട്ട കൂടി കടന്നിപ്പോൾ അത് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ ചായക്കട ഉണ്ടായിരുന്ന തൊട്ടടുത്തേക്കായാണ് ഇതിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ആ ഭാഗം തകർന്നു പോയ, മണ്ണിടിഞ്ഞു പോയ ആ ഭാഗത്താണ് ട്രക്ക് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതിന് സ്ഥാനമുള്ളത് ഇതിന്റെ നേരെ എതിർവശത്തായിരുന്നു. ഇപ്പോൾ 72 ദിവസങ്ങൾക്ക് ശേഷം അതിന് തൊട്ടടുത്തായി ഈ ട്രക്ക് എത്തുന്നു. പൂർണ്ണമായും തകർന്ന നിലയിൽ. അർജുൻ ഇന്ന് ജീവനോടെ ഇല്ല. അങ്ങനെ ആ നിലയിൽ ട്രക്ക് അതിന്റെ നേരത്തെ നിർത്തിയിട്ടിരുന്ന ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ട്രക്ക് തുറന്നുള്ള പരിശോധന, അതിന്റെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിൽ പരിശോധനകൾ ഏതായാലും ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടി ഇത് ഉയർത്തിയപ്പോൾ തുഴയിൽ നിന്ന ഡെങ്കി മൂട്ടിൽ തൊട്ടടുത്തെത്തിക്കൊണ്ട് ഈ ക്യാബിൻ ഭാഗം പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇനി അതിനകത്ത് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ദ്രുതഗതിയിലുള്ള പരിശോധനകളുടെ നിർണായകമായ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ശരീരാവശിഷ്ടങ്ങൾ ഇനിയും ക്യാബിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. നമ്മൾ ട്രക്കിൻ്റെ പൂർണ്ണ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും തകർന്ന നിലയിൽ കഴിഞ്ഞ 70 ദിവസങ്ങളായി ഈ ട്രക്ക് പുഴയ്ക്ക് അടിയിൽ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് നിരവധി ചോദ്യങ്ങൾക്ക്, ആശങ്കകൾക്കൊക്കെയും ഉത്തരം നൽകിക്കൊണ്ട് ഈ ട്രക്ക് ലഭിച്ചത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാനായത്, അർജുൻ്റെ മൃതദേഹം കണ്ടെത്താനായത് ഒക്കെയും അതിന് സമാനമായി തന്നെ ഏറ്റവും നിർണായകമായ മറ്റൊരു ഘട്ടമായിരുന്നു ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇനി അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ ബാക്കി ക്യാബിനിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഈ ട്രക്ക് കരയിലെത്തിച്ചതിന് ശേഷമുള്ള തുടർ പരിശോധനകൾ കൂടി മാത്രമേ അതിനും ഒരു ഉത്തരമാവുകയുള്ളൂ. അതിന് തടസ്സമായി നിന്നത് ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് മുഴുവനായി അഴിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. അതും പൂർണ്ണമായി വിജയിച്ചു. അതിനുശേഷം കൂടുതൽ ക്രെയിനുകൾ എത്തിച്ചുകൊണ്ട് ട്രക്ക് ഉയർത്തി കരയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഉള്ള നടപടിക്രമങ്ങൾ
വിശദമായ പരിശോധനയാണ്. പോലീസും ഫോറൻസിക് അടക്കമുള്ള സംഘാംഗങ്ങൾ, വിദഗ്ധരടങ്ങുന്ന വലിയ സംഘം ഷിരൂരിൽ തുടരുന്നുണ്ട്. സമാന്തരമായി ഇപ്പോൾ പുഴയിൽ കാണാതായ 2 പേർ കൂടി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. ഒരുപക്ഷെ ആ ശ്രമങ്ങൾ അത് അല്പം കൂടി കാര്യക്ഷമമായി നടത്തുന്നതിന് ജില്ലാ ഭരണകൂടത്തിനടക്കമുള്ളവർക്ക് വലിയ ഒരു ഉണർവ് ഇന്നലെ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ലഭിച്ച ഉത്തരത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദുഃഖകരമായ അന്തരീക്ഷമാണ്. കാരണം ആ ട്രക്കിൻ്റെ ഏത് വിധമാണത് തകർന്നു പോയത്, അർജുൻ്റെ ജീവൻ എങ്ങനെയാണ് നഷ്ടമായത് എന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. DNA പരിശോധന അല്പസമയത്തിനകം പൂർത്തിയാകും. അതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക.